വെൽക്കം ടു എക്സലൻറ്റ് യൂട്യൂബ് ചാനൽ. ഈ വീഡിയോ ആദ്യമായി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ്, തൊട്ടടുത്ത ബെൽ ബട്ടൺ അമർത്തുക. ഡിയർ സ്റ്റുഡൻസ്, 6th സെമസ്റ്റർ അക്കൗണ്ടിംഗ് ഫോർ മാനേജ്മെൻറ്റ് എന്ന സബ്ജക്റ്റിലെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഷോർട്ട് ആൻസർ സെക്ഷൻസ് 1 മാർക്സ്. ഫസ്റ്റ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ്. According to Robert Andoni, management accounting is concerned with accounting information which is useful to management. റോബർട്ട് അന്തോണി മാനേജ്മെൻറ്റിന് ഡിസിഷൻ എടുക്കാൻ പാകത്തിലുള്ള അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഡീൽ ചെയ്യുന്ന ഒരു അക്കൗണ്ടിങ് ബ്രാഞ്ചിനെയാണ് എന്ത് പറയുന്നത്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുക. നെക്സ്റ്റ്, ഫിനാൻഷ്യൽ അനലൈസിസ്. Financial analysis simply refers to analysis of financial statement of a company. ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനലൈസ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഫിനാൻഷ്യൽ അനലൈസിസ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുക. കമ്പനിയുടെ പ്രധാന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നൊക്കെയാണ്. നെക്സ്റ്റ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ദീസ് ആർ ഫോർമൽ റെക്കോർഡ്സ് ഓഫ് ദി ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് ആൻഡ് പൊസിഷൻ ഓഫ് എ ബിസിനസ്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റും ബാലൻസ് ഷീറ്റുമായ ഒരു ഫോർമൽ റെക്കോർഡ്സിനെയാണ് എന്ത് പറയുന്നത്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുക. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഫോർമൽ റെക്കോർഡ്സ് ആണ്. ഫോർമൽ റെക്കോർഡ്സിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റും ബാലൻസ് ഷീറ്റുമായ ഒരു റെക്കോർഡിനെയാണ് ഫോർമൽ റെക്കോർഡിനെയാണ് എന്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുക. നെക്സ്റ്റ്, അനലൈസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ statements. It is an attempt to determine the significance and meaning of financial statements data. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഡേറ്റയുടെ സിഗ്നിഫിക്കൻസിനെ ഡിറ്റർമൈൻ ചെയ്യുന്നതിനാണിത് അനലൈസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുക. നെക്സ്റ്റ്, internal analysis. These are those analyses done by internal parties. It is a detailed financial analysis. ഇന്റേണൽ അനലൈസിസ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഉള്ളിൽ തന്നെ ഇന്റേണൽ പാർട്ടീസ് അനലൈസ് ചെയ്യുന്നതിനാണ് ഇന്റേണൽ അനലൈസിസ് എന്ന് പറയുക. നെക്സ്റ്റ്, എക്സ്റ്റേണൽ അനലൈസിസ്. ദീസ് ആർ ദോസ് അനലൈസസ് ഡൺ ബൈ എക്സ്റ്റേണൽ പാർട്ടീസ്. ഇറ്റ് ഈസ് നോട്ട് എ ഡീറ്റെയിൽഡ് ഫിനാൻഷ്യൽ അനലൈസസ്. എക്സ്റ്റേണൽ സ്റ്റഡീസ് ഔട്ട്സൈഡ് പാർട്ടീസ് ആണ്. ബിസിനസ്സിൻ്റെ ഔട്ട്സൈഡ് പാർട്ടീസ് നടത്തുന്ന അനലൈസിസിനെയാണത് എക്സ്റ്റേണൽ അനലൈസസ് എന്ന് പറയുക. നെക്സ്റ്റ്, ലോങ് ടേം അനലൈസസ്. ദീസ് ആർ ദോസ് അനലൈസസ് ഫോർ അസർട്ടൈൻ ലോങ് ടേം പ്രോഫിറ്റബിലിറ്റി, സോൾവൻസി ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് ദി ഫേം. ലോങ് ടേം അനലൈസിസ് ഒരു കമ്പനിയുടെ ലോങ് ടേം പ്രോഫിറ്റബിലിറ്റി, സോൾവൻസി, സ്റ്റെബിലിറ്റി അനലൈസ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, ലോങ് ടേം അനലൈസസ് എന്ന് പറയുക. നെക്സ്റ്റ്, ഷോർട്ട് ടേം അനലൈസസ്. ദീസ് ആർ ദോസ് അനലൈസസ് ഫോർ അസർട്ടൈൻ ഷോർട്ട് ടേം സോൾവൻസി ഓഫ് ദി ഫേം. ഷോർട്ട് ടൈം അനലൈസസ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ഷോർട്ട് ടൈം സോൾവൻസി അനലൈസ് ചെയ്യുന്നതിനാണ് ഷോർട്ട് ടൈം അനലൈസസ് എന്ന് പറയുക. നെക്സ്റ്റ്, ഹൊറിസോണ്ടൽ അനലൈസസ്. ഇറ്റ് റെഫേഴ്സ് ടു കമ്പാരിസൺ ഓഫ് ഫിനാൻഷ്യൽ ഡാറ്റ ഓഫ് എ കമ്പനി ഫോർ സെവറൽ ഇയേഴ്സ്. ഹൊറിസോണ്ടൽ അനലൈസ് ഒരു കമ്പനിയുടെ തന്നെ ഒരുപാട് വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കമ്പാരിസൺസ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഹൊറിസോണ്ടൽ അനലൈസസ് എന്ന് പറയുക. Next, vertical analysis. It refers to the study of relationship of the various items in the financial statement of one accounting period. Vertical analysis എന്ന് പറയും ഒരു അക്കൗണ്ടിങ് പീരീഡിൽ തന്നെ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലെ വിവിധ ഐറ്റങ്ങളുടെ തന്നെ റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, വെർട്ടിക്കൽ അനലൈസിസ് എന്ന് പറയുക. നെക്സ്റ്റ്, കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. It is a statement used to compare a particular financial statement with a prior period statements. കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ഇയറിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ കമ്പയർ ചെയ്തുകൊണ്ട് അനലൈസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റിനെയാണ് എന്ത് പറയുന്നത്, കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുക. നെക്സ്റ്റ്, കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ്. It is a statement just shows the financial position of an organization over different periods. Comparative
ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താന്ന് നോക്കാം. ഡിഫറെൻ്റ് പീരീഡിലുള്ള ഓർഗനൈസേഷനിലെ ഫിനാൻഷ്യൽ പൊസിഷൻ ഷോ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുക. നെക്സ്റ്റ്, കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് that presents the result of multiple account periods in separate. കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് ഡിഫറെൻ്റ് കോളത്തിൽ മൾട്ടിപ്പിൾ അക്കൗണ്ടിങ് ഇയറിലെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കുന്നതിനാണിത് കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുക. നെക്സ്റ്റ്, കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ്. ഇറ്റ് ഈസ് എ ടൂൾ ഓഫ് ഫിനാൻഷ്യൽ മാനേജേഴ്സ് to use analysis of financial statement. These are expressed in percentages form. കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ് നോക്കാം. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്ന ടെക്നിക്കിനെയാണ് എന്ത് പറയുന്നത്, കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുക. ഇത് പെർസെൻറ്റേജ് ഫോമിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. ഇറ്റ് ഈസ് ആൻ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് in which each line item is expressed as a percentage of the value, revenue or sales. ഒരു കമ്പനിയുടെ റവന്യൂവും എക്സ്പെൻസും കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനാണ് കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുക. നെക്സ്റ്റ്, കോമൺ സൈസ് ബാലൻസ് ഷീറ്റ്. It is a balance sheet that displays both the numerical value and the relative percentage total assets, total liabilities, equity, അക്കൗണ്ട്സ്. ഇപ്പം എന്താണ് കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കാം. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ടോട്ടൽ അസറ്റും ടോട്ടൽ ലയബിലിറ്റീസും ഇക്വിറ്റി അക്കൗണ്ട്സൊക്കെ പെർസെൻറ്റേജ് റേറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഡിസ്പ്ലേ ചെയ്യുന്ന ന്യൂമറിക്കൽ വാല്യൂ റിലേറ്റീവ് പെർസെൻറ്റേജ് അഡോപ്റ്റ് ചെയ്യുന്നതിനാണിത് കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുക. നെക്സ്റ്റ്, ട്രെൻഡ് അനലൈസിസ്. എന്താ നോക്കാം. ട്രെൻഡ് അനലൈസിസ്. ഇറ്റ് ഈസ് ആൻ അനലൈസിസ് ഓഫ് ട്രെൻഡ് ഓഫ് ദി ഫേം ബൈ കമ്പയറിംഗ് ഇറ്റ്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ടു അനലൈസസ് ദ ട്രെൻഡ് ഓഫ് ദി മാർക്കറ്റ് ഓർ ഫ്യൂച്ചർ. ഒരു ഫേമിൻ്റെ ട്രെൻഡ് അനലൈസ് ചെയ്യുന്നതിനാണിത് ട്രെൻഡ് അനാലിസിസ് എന്ന്. നമുക്കൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തന്നു കഴിഞ്ഞാൽ ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഫ്യൂച്ചർ ട്രേഡ് എന്താണെന്ന് അസർട്ടൈൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണെന്ന് പറയുന്നത് ട്രെൻഡ് അനലൈസിസ് എന്ന് പറയുക. നെക്സ്റ്റ്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഈസ് വൺ ഓഫ് ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എ കമ്പനി ആൻഡ് ഷോസ് ദി റവന്യൂ ആൻഡ് എക്സ്പെൻസ് ഡ്യൂറിങ് എ പർട്ടിക്കുലർ പീരീഡ്. ഇപ്പം എന്താണ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കാം. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഒരു കമ്പനിയുടെ റവന്യൂവും എക്സ്പെൻസും കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണെന്ന് പറയുന്നത് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുക. നെക്സ്റ്റ്, റേഷ്യോ. റേഷ്യോ ഈസ് ദി സിമ്പിൾ അരിത്തമാറ്റിക് എക്സ്പ്രഷൻ ഓഫ് ദി റിലേഷൻഷിപ്പ് ഓഫ് വൺ നമ്പർ ടു അനദർ. റേഷ്യോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഒരു സിമ്പിൾ അരിത്തമാറ്റിക് എക്സ്പ്രഷൻ ചെയ്യുന്ന ഒരു നമ്പർ മറ്റൊരു നമ്പറിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, റേഷ്യോയുടെ അഡോപ്റ്റ് ചെയ്യുന്നതിനെയാണെന്ന് പറയുന്ന അനുപാതം കാൽക്കുലേറ്റ് ചെയ്യുന്നതിനാണ് റേഷ്യോ എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുക. നെക്സ്റ്റ്, റേഷ്യോ അനലൈസിസ്. ഇറ്റ് ഈസ് എ ടെക്നിക് ഓഫ് അനലൈസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അനലൈസും ഇൻ്റർപ്രിട്ടേഷൻ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനലൈസ് ഇൻ്റർപ്രിട്ടേഷൻ്റെ ഒരു ടെക്നിക്കിനെയാണെന്ന് പറയുന്നത് റേഷ്യോ അനലൈസിസ് എന്ന് പറയുക. നെക്സ്റ്റ്, അക്കൗണ്ടിങ് റേഷ്യോ. റേഷ്യോ കാൽക്കുലേറ്റഡ് ഓൺ ദി ബേസിസ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആർ കോൾഡ് അക്കൗണ്ടിങ് റേഷ്യോ. അക്കൗണ്ടിങ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ ബേസിൽ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണെന്ന് പറയുന്നത് അക്കൗണ്ടിങ് റേഷ്യോ എന്ന് പറയുക. നെക്സ്റ്റ്, ലിക്വിഡ് റേഷ്യോ. ഇറ്റ് റെഫേഴ്സ് ടു എബിലിറ്റി ഓഫ് എ കൺസേൺ ടു മീറ്റ് ഇറ്റ്സ് കറൻറ്റ് ഒബ്ലിഗേഷൻസ്. ലിക്വിഡ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫേം അവരുടെ നിലവിലെ സാഹചര്യത്തിൽ അല്ലെങ്കിൽ കറണ്ട് ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള എബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന റേഷ്യോ ആണെന്ന് പറയുന്നത് ലിക്വിഡ് റേഷ്യോ എന്ന് പറയുക.
Next, current ratio. It is the ratio of current assets to current liability. It shows the relationship between the total current assets and current liabilities. It is also known as working capital ratio or bankers ratio. കറണ്ട് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം കറണ്ട് അസറ്റ്സും കറണ്ട് ലയബിലിറ്റീസും തമ്മിലുള്ള ഒരു അനുപാതത്തെയാണെന്ന് പറയുന്നത് കറണ്ട് റേഷ്യോ എന്ന് നമുക്ക് പറയാൻ സാധിക്കാം. ടോട്ടൽ കറണ്ട് അസറ്റ്സ് ടോട്ടൽ കറണ്ട് ലയബിലിറ്റീസിൻ്റെ റിലേഷനെ ഷോ ചെയ്യുന്നതാണെന്ന് പറയുന്നത് കറണ്ട് റേഷ്യോ എന്ന് പറയുക. ഇതിന് മറ്റു പേരുകൾ അറിയപ്പെടുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ എന്നും ബാങ്കേഴ്സ് റേഷ്യോ എന്നൊക്കെ കറണ്ട് റേഷ്യോ അറിയപ്പെടാറുണ്ട്. നെക്സ്റ്റ്, ക്വിക്ക് റേഷ്യോ. It is the ratio of quick assets to current liabilities. It is the measure of the instant debt paying ability of a business. It is also called acid test ratio or liquid ratio. ക്വിക്ക് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വിക്ക് അസറ്റ്സും ക്വിക്ക് ലയബിലിറ്റീസും തമ്മിലുള്ള അനുപാതത്തെയാണെന്ന് പറയുന്നത് ക്വിക്ക് റേഷ്യോ എന്ന് പറയുക. ഇനി ഇതിന് മറ്റൊരു പേരുകൾ ആസിഡ് ടെസ്റ്റ് റേഷ്യോ അല്ലെങ്കിൽ ലിക്വിഡ് റേഷ്യോ എന്നൊക്കെ ഇതിന് പറയപ്പെടാറുണ്ട്. നെക്സ്റ്റ്, വിൻഡോ ഡ്രസ്സിങ്. ഇപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്നതാണ് വിൻഡോ ഡ്രസ്സിങ് എന്താണെന്ന്. ഇറ്റ് ഈസ് എ പ്രാക്ടീസ് ഓഫ് ഇംപ്രൂവിങ് കറണ്ട് റേഷ്യോ ത്രൂ മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്സ്. അതായത് അക്കൗണ്ട്സിൽ തിരിമറിവ് കാണിച്ചുകൊണ്ട് കറണ്ട് റേഷ്യോയിൽ മാറ്റം വരുത്തുന്ന അല്ലെങ്കിൽ കറണ്ട് റേഷ്യോ കൂട്ടി കാണിക്കുന്നതിനെയാണ് ഇത് പറയുന്നത് വിൻഡോ ഡ്രസ്സിങ് എന്ന് പറയുക. നെക്സ്റ്റ്, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. നോക്കാം. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് റേഷ്യോ വിച്ച് എക്സ്പ്രസ്സസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി. ദിസ് റേഷ്യോ ഈസ് ഓൾസോ നോൺ ആസ് സെക്യൂരിറ്റി റേഷ്യോ ഓർ എക്സ്റ്റേണൽ ഇന്റേണൽ റേഷ്യോ. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്താണെന്ന് നോക്കാം. ഡെപ്റ്റും ഇക്വിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനെയാണെന്ന് പറയുന്നത് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയാം. ഇതിന് മറ്റു പേരുകൾ അറിയപ്പെടുന്നത് സെക്യൂരിറ്റി റേഷ്യോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഇന്റേണൽ റേഷ്യോ എന്നൊക്കെ അറിയപ്പെടാറുണ്ട്. നെക്സ്റ്റ്, ടോട്ടൽ അസറ്റ്സ് ടു ഡെപ്റ്റ് റേഷ്യോ. It is a type of ratio which expresses the relationship between total assets and total liabilities of a business. It is also called solvency ratio. Total assets debt ratio എന്താണെന്ന് നോക്കാം. ഒരു ബിസിനസ്സിലെ ടോട്ടൽ അസറ്റ്സും ടോട്ടൽ ലയബിലിറ്റീസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് എന്ന് പറയുന്നത് ടോട്ടൽ അസറ്റ്സ് ഡെപ്റ്റ് റേഷ്യോ. ഇതിന് മറ്റു പേരിൽ അറിയപ്പെടുന്നു സോൾവൻസി റേഷ്യോ എന്നുകൂടി അറിയപ്പെടാറുണ്ട്. Next, proprietary ratio. It is a ratio which establishes the relationship between shareholders' fund and total assets. This ratio is also known as equity ratio or net worth ratio. Proprietary ratio എന്ന് പറഞ്ഞാൽ ഷെയർഹോൾഡേഴ്സിൻ്റെ ഫണ്ടും ടോട്ടൽ അസറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഷോ ചെയ്യുന്നതിനെയാണെന്ന് പറയുന്നത് പ്രൊപ്രൈറ്ററി റേഷ്യോ എന്ന് പറയാം. ഇത് ഇക്വിറ്റി റേഷ്യോ എന്ന പേരിലും അറിയപ്പെടാറുണ്ട്, നെറ്റ് വർത്ത് റേഷ്യോ എന്ന പേരിലും അറിയപ്പെടാറുണ്ട്. നെക്സ്റ്റ്, ഫിക്സഡ് അസറ്റ് റേഷ്യോ. It is a ratio of fixed assets to long-term funds or capital employed. ഫിക്സഡ് അസറ്റും ലോങ് ടേം ഫണ്ടും തമ്മിലുള്ള റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന റേഷ്യോയാണെന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റ് റേഷ്യോ എന്ന് പറയുക. ബിയറിംഗ് റേഷ്യോ. ഇറ്റ് ഈസ് എ റേഷ്യോ വിച്ച് ഇൻഡിക്കേറ്റ്സ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫിക്സഡ് ഇൻട്രസ്റ്റ് ബിയറിംഗ് സെക്യൂരിറ്റീസ് ആൻഡ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സ്. ഇക്വിറ്റി ഗിയറിംഗ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് നോക്കാം. ഫിക്സഡ് ഇൻട്രസ്റ്റ് ബിയറിംഗ് സെക്യൂരിറ്റീസും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടും തമ്മിലുള്ള റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന റേഷ്യോ ആണെന്ന് പറയുന്നത് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ എന്ന് പറയുക. നെക്സ്റ്റ്, ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. ഇറ്റ് ഈസ് എ റേഷ്യോ വിച്ച് എസ്റ്റാബ്ലിഷ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ഇൻട്രസ്റ്റ് ചാർജസ്. ഇൻട്രസ്റ്റ് ചാർജസും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന റേഷ്യോ ആണെന്ന് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എന്ന് പറയുക. Next, dividend coverage ratio. It is a ratio which measures the ability of a company to pay dividend or preference shares carrying a fixed rate of dividend. Dividend coverage റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനിക്ക് ഡിവിഡൻഡ് പേ ഔട്ട് നടത്താൻ എത്രത്തോളം എബിലിറ്റി ഉണ്ടെന്ന് കാണിക്കുന്ന റേഷ്യോ ആണെന്ന് പറയുന്നത് ഡിവിഡൻഡ് കവറേജ് റേഷ്യോ എന്ന് പറയുക. Next, overall coverage ratio. It measures the ability of a company to serve all fixed obligations out of its earnings. ഒരു കമ്പനിയുടെ പ്രോഫിറ്റിൽ എത്രത്തോളം ഫിക്സഡ് ഒബ്ലിഗേഷൻ ഉണ്ടെന്ന് കാണിക്കുന്ന റേഷ്യോ ആണെന്ന് ഓവറോൾ കവറേജ് റേഷ്യോ എന്ന് പറയുക. നെക്സ്റ്റ്, ആക്ടിവിറ്റി റേഷ്യോ ഓർ ടേൺ ഓവർ റേഷ്യോ. It shows how
effectively a firm uses its available resources or assets. These ratios indicate efficiency in asset management. ആക്ടിവിറ്റി റേഷ്യോ എന്താണെന്ന് നോക്കാം. ഒരു കമ്പനിയുടെ എഫിഷ്യൻസി എത്രത്തോളം ഉണ്ടെന്ന് കാണിക്കുന്ന റേഷ്യോ ആണെന്ന് പറയുന്നത് ആക്ടിവിറ്റി റേഷ്യോ അല്ലെങ്കിൽ ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുക. നെക്സ്റ്റ്, ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് റേഷ്യോ വിച്ച് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആൻഡ് ആവറേജ് ഇൻവെന്ററി. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ. ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ട് ആവറേജ് സ്റ്റോക്കും അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന റേഷ്യോ ആണെന്ന് പറയാം ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുക. ഇതിനെ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ എന്നും കൂടി പറയുന്നുണ്ട്. നെക്സ്റ്റ്, സ്റ്റോക്ക് വെലോസിറ്റി. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ എക്സ്പ്രസ് ഇൻ ടൈം. ഇറ്റ് ക്യാൻ ബി എക്സ്പ്രസ് ഇൻ ഡേയ്സ് ഓർ മന്ത്സ്. ഇറ്റ് ഈസ് കോൾഡ് സ്റ്റോക്ക് വെലോസിറ്റി ഓർ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ, സ്റ്റോക്ക് ടേൺ ഓവർ പീരീഡ്. സ്റ്റോക്ക് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ടൈം ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ 365 ദിവസം ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ 12 മാസം ഉപയോഗിച്ചുകൊണ്ട് അത്തരത്തിൽ നമ്മൾ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണെന്ന് പറയുന്നത് സ്റ്റോക്ക് വെലോസിറ്റി എന്ന് പറയുക. നെക്സ്റ്റ്, ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. ഇറ്റ് ഈസ് എ റേഷ്യോ വിച്ച് എക്സ്പ്ലെയിൻസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ആൻഡ് ആവറേജ് ഡെപ്റ്റേഴ്സ്. ഇറ്റ് ഈസ് നോൺ ആസ് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ. ആവറേജ് ഡെപ്റ്റേഴ്സും ക്രെഡിറ്റ് സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന റേഷ്യോ ആണ് എന്താണ് ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത്. ഇതിനെ റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ എന്നും കൂടി പറയുന്നു. നെക്സ്റ്റ്, ആവറേജ് കളക്ഷൻ പീരീഡ്. ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ എക്സ്പ്രസ്ഡ് ഇൻ ഡേയ്സ് ഓർ മന്ത്സ്. ഇറ്റ് ഈസ് കോൾഡ് ആവറേജ് കളക്ഷൻ പീരീഡ് ഓർ ഡെപ്റ്റേഴ്സ് വെലോസിറ്റി. ആവറേജ് കളക്ഷൻ പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഡേയിലോ മന്തിലോ എക്സ്പ്രസ് ചെയ്യുന്ന റേഷ്യോ ആണെന്ന് പറയുന്നത് ആവറേജ് കളക്ഷൻ പീരീഡ് എന്ന് പറയുക. നെക്സ്റ്റ്, ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ. ഇറ്റ് ഷോസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നെറ്റ് ക്രെഡിറ്റ് പർച്ചേസസ് ആൻഡ് ആവറേജ് ക്രെഡിറ്റേഴ്സ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് പേബിൾ ടേൺ ഓവർ റേഷ്യോ. ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവറേജ് ക്രെഡിറ്റേഴ്സും നെറ്റ് ക്രെഡിറ്റ് പർച്ചേസും തമ്മിൽ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന റേഷ്യോ ആണെന്ന് പറയാം ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുക. നെക്സ്റ്റ്, ആവറേജ് പേയ്മെൻറ്റ് പീരീഡ്. ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ എക്സ്പ്രസ്ഡ് ഇൻ ഡേയ്സ് ഓർ മന്ത്സ്. ഇറ്റ് ഈസ് നോൺ ആസ് ആവറേജ് പേയ്മെൻറ്റ് പീരീഡ് ഓർ ക്രെഡിറ്റേഴ്സ് വെലോസിറ്റി. ആവറേജ് പേയ്മെൻറ്റ് പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ഡേയിലോ മന്തിലോ എക്സ്പ്രസ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത് ആവറേജ് പേയ്മെൻറ്റ് പീരീഡ് എന്ന് പറയുക. ഇതിനെ നമുക്ക് ആവറേജ് പേയ്മെൻറ്റ് പീരീഡ് അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് വെലോസിറ്റി എന്നൊക്കെ പറയുന്നു. നെക്സ്റ്റ്, വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. ദ റിലേഷൻ ബിറ്റ്വീൻ സെയിൽസ് ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് കോൾഡ് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. വർക്കിംഗ് ക്യാപിറ്റലും സെയിൽസും എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന റേഷ്യോ ആണെന്ന് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുക. Fixed asset turnover ratio. It is a ratio which establishes the relationship between net sales and fixed asset. ഫിക്സഡ് അസറ്റും നെറ്റ് സെയിൽസും തമ്മിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന റേഷ്യോ ആണെന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുക. പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്. ഇറ്റ് റെഫേഴ്സ് ടു എബിലിറ്റി ഓഫ് എ ഫേം ടു ഏൺ ഇൻകം. ഒരു ഫേമിൻ്റെ ഇൻകം ഏൺ ചെയ്യാനുള്ള എബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് എക്സ്പ്രസ് ചെയ്യുന്ന റേഷ്യോ ആണെന്ന് പറയുന്നത് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് എന്ന് പറയുക. നെക്സ്റ്റ്, ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ. ദിസ് ഈസ് ദി റേഷ്യോ ഗ്രോസ് പ്രോഫിറ്റ് ടു സെയിൽസ് എക്സ്പ്രസ്ഡ് ആസ് പെർസെൻറ്റേജ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഗ്രോസ് മാർജിൻ. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് രീതിയിലാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുക. ഗ്രോസ് പ്രോഫിറ്റും സെയിൽസും തമ്മിൽ എക്സ്പ്രസ് ചെയ്യുന്ന റേഷ്യോ ആണെന്ന് പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുക. ഇതിനെ ഗ്രോസ് മാർജിൻ എന്നും കൂടി പറയുന്നുണ്ട്. ഓപ്പറേറ്റിംഗ് റേഷ്യോ. It is a ratio expenses the relationship between operating cost and sales. ഓപ്പറേറ്റിംഗ് കോസ്റ്റും സെയിൽസും തമ്മിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന റേഷ്യോ ആണെന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് റേഷ്യോ എന്ന് പറയും. ഒരു ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യുന്നതിൻ്റെ ഓവറോൾ എഫിഷ്യൻസിയാണ് ഈ റേഷ്യോയിലൂടെ അഡോപ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ. ഇറ്റ് ഈസ് എ റേഷ്യോ വിച്ച് എക്സ്പ്ലെയിൻസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് നെറ്റ് സെയിൽസ്. നെറ്റ് സെയിൽസും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും തമ്മിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന റേഷ്യോ ആണെന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയും. നെക്സ്റ്റ്, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ. ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് നെറ്റ് പ്രോഫിറ്റ് ഏൺഡ് ബൈ ബിസിനസ് ആൻഡ് ഇറ്റ്സ് നെറ്റ് സെയിൽസ്. ഇറ്റ് മെഷേഴ്സ് ഓവറോൾ പ്രോഫിറ്റബിലിറ്റി.
നെറ്റ് പ്രോഫിറ്റും നെറ്റ് സെയിൽസും തമ്മിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന റേഷ്യോ ആണെന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുക. ഒരു ഫേമിൻ്റെ മൊത്തത്തിലുള്ള പ്രോഫിറ്റബിലിറ്റി മെഷർ ചെയ്യുന്നതാണെന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറയുക. നെക്സ്റ്റ്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ദാറ്റ് മീൻസ് ROI. ROI measure the overall profitability. It establishes the relationship between profit and return on investment. പ്രോഫിറ്റും ROIയും എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന റേഷ്യോ ആണെന്ന് പറയുന്നത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുക. നെക്സ്റ്റ്, മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോസ്. Market test ratios are used for evaluating shares and stock which are traded in the market. Market test ratios are also known as investors ratios or stock market ratios or market valuation ratios. Market test ratio എന്താണെന്ന് നോക്കാം. മാർക്കറ്റിൽ ട്രേഡ് നടക്കുന്ന ഷെയർസിൻ്റെയും സ്റ്റോക്കിൻ്റെയും ഇവാലുവേഷൻ നടത്താൻ ഉപയോഗിക്കുന്ന റേഷ്യോ ആണെന്ന് പറയുന്നത് മാർക്കറ്റ് ടെസ്റ്റ് റേഷ്യോസ്. ഇതിനെ നമ്മൾ മറ്റു പേരുകൾ അറിയപ്പെടാറുണ്ട്. ഇൻവെസ്റ്റേഴ്സ് റേഷ്യോ എന്നും സ്റ്റോക്ക് മാർക്കറ്റ് റേഷ്യോസ് എന്നും മാർക്കറ്റ് വാല്യുവേഷൻ റേഷ്യോസ് എന്നൊക്കെ പറയപ്പെടാറുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഷെയർ ചെയ്യുമല്ലോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുമല്ലോ. ഓക്കെ, താങ്ക് യു.